വടക്കഞ്ചേരി ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് അധികൃതരുടെ വക ദുരിതം ഉണ്ടാകുന്നതായി കോൺഗ്രസ് ആരോപിച്ചു. ജില്ലാ ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് കെയർ സെൻ്ററിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ രോഗികളുടെ നിരന്തരമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പാലിയേറ്റീവ് കെയർ സെൻ്ററിലെ രോഗികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടതയും ഔഷധയും അനുഭവിക്കുന്ന രോഗികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കിടപ്പ് രോഗികളും അതുപോലെ തന്നെ മാരകമായ അസുഖങ്ങൾ കൊണ്ട് ജീവിതം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളാണ് ഈ പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ സേവനം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ OP ടിക്കറ്റ് എടുക്കുന്നത് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ OP കൗണ്ടറിലും അതുപോലെ തന്നെ രോഗികൾ അവിടെ നിന്ന് 300 മീറ്ററോളം, അതായത് കാറ്റാണ് അറിയാലോ, TV റോഡ് എന്ന് പറഞ്ഞാൽ കാറ്റാണ്, എല്ലാവർക്കും വണ്ടി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ വണ്ടി സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ 50 രൂപ 100 രൂപ കൊടുത്തിട്ടാണ് അവർ ഇവിടെ വരുന്നത്. അതിനുശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷം വീണ്ടും മരുന്നുകൾ വാങ്ങുന്നതിനുണ്ട്. ഇവിടെ നിന്ന് എല്ലാ മരുന്നുകൾ കിട്ടുന്ന സൗകര്യമില്ല. മരുന്നുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും താഴേക്ക് പോവുകയും പിന്നെ ആ മരുന്ന് വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഡോക്ടർമാർ പറയുന്നുണ്ട് ആ മരുന്ന് ഞങ്ങളെ കാണിക്കണം എന്ന് പറയുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ ആ മരുന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും ആശുപത്രിയിലേക്ക് ഈ പാലിയേറ്റീവ് കെയർ സെൻ്ററിലേക്ക് വരുന്നവരുണ്ട്. അവരെ കഷ്ടപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ്. മെയ് 15 മുതലാണ് ഇപ്പോൾ ഇവിടെ ഈ സൗകര്യം തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു OP ടിക്കറ്റ് കൗണ്ടർ കൂടി ഉൾപ്പെടുത്തി ഈ പാലിയേറ്റീവ് കെയറിന് വരുന്ന രോഗികൾക്ക് ഒരു OP ടിക്കറ്റ് കൗണ്ടർ കൂടി ഉൾപ്പെടുത്തണമെന്നും ഇതുപോലെയുള്ള ഈ അലംഭാവം ഇത് തുടരുകയാണെങ്കിൽ ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ജില്ലാ ഹോസ്പിറ്റലുള്ളത്. ജില്ലാ പഞ്ചായത്തും വടക്കഞ്ചേരി നഗരസഭയൊക്കെ ഇതുപോലെയുള്ള അലംഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ തുടർന്നും പ്രത്യക്ഷമായ സമര പരിപാടികൾ. OP ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 300 മീറ്റർ കയറ്റം കയറി നടന്ന് DEICയുടെ ഐസൊലേഷൻ വാർഡിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് സെന്ററിലേക്ക് പോകണം. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിക്കാൻ വീണ്ടും ഫാർമസിയിലേക്ക് എത്തണം. വാങ്ങിയ മരുന്ന് ഡോക്ടറെ കാണിച്ച് ഉറപ്പുവരുത്താൻ വീണ്ടും പോകണം. ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവരും മാരകമായ രോഗങ്ങൾക്ക് കീഴ്പ്പെട്ടവരുമായ പാവപ്പെട്ട രോഗികളെയാണ് ഇത്തരത്തിൽ ദുരിതത്തിലാക്കുന്നത്. 2012 മുതൽ ഞാൻ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടുന്ന് താഴെയാണ് ഈ മരുന്നൊക്കെ തന്നിരുന്നത്. ഡോക്ടറെ കാണാൻ മരുന്ന് വാങ്ങിക്കുക പോവുക ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിലായിട്ട് ഇങ്ങോട്ട് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം താഴെ പോയിട്ട് OPയിൽ പോയിട്ട് നമ്മൾ OPയിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്ന് ആ ബുക്കായിട്ട് ഇവിടെ വന്ന് ഇവിടെ ഡോക്ടറെ കണ്ടിട്ട് പിന്നെ മരുന്ന് വാങ്ങിച്ച് ഈ മരുന്ന് മുഴുവൻ ഇവിടെ ഇല്ലെങ്കിൽ വീണ്ടും താഴെ പോകണം. ഈ താഴെ പോയിട്ട് അവിടുന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് വേണം പോകാൻ. വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. OP ടിക്കറ്റ് ഇപ്പോൾ അവിടെ നിന്ന് തന്നെ നിലനിന്ന് OP എഴുതുന്നുണ്ട്. ഇവിടെ വരണം വന്നിട്ട് ഡോക്ടറെ കണ്ട് ഇവിടെ എല്ലാ മരുന്നുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇല്ലാത്ത മരുന്നിന് വേണ്ടിയിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം. പിന്നെ അവിടുന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് വേണം പോകാൻ. എല്ലാം ഒരു സ്ഥലത്തേക്ക് ആക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല, നമുക്ക് വാങ്ങി പോവാം. ഇത് 2-3 സ്ഥലത്തായിട്ട് ഇത് നടത്തുന്ന നല്ല ഇതല്ലല്ലോ. ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇതിൽ ഞാൻ കാണുന്നത്. നിലവിൽ 6ാമത്തെ തവണയാണ് പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിന്റെ സെന്റർ മാറ്റുന്നത്. കഴിഞ്ഞ മെയ് 15 മുതലാണ് പുതിയ സ്ഥലത്തേക്ക് മാറ്റിയത്. 300-ലധികം രോഗികളാണ് പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തെ ആശ്രയിക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MH ഷാനവാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് SAA ആസാദ്, ജയൻ മംഗലം, KK അബൂബക്കർ, നന്ദ്യാലത്ത് ഗോപാലകൃഷ്ണൻ എന്നിവർ ആശുപത്രി സന്ദർശിച്ച് സൂപ്രണ്ടിന് നിവേദനം നൽകി. അടിയന്തരമായി നടപടികൾ കൈക്കൊള്ളണമെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. പാലിയേറ്റീവ് കെയറിന്റെ പ്രയാസങ്ങളെ കുറിച്ചുള്ള പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഞങ്ങളൊക്കെ ഈ പരിസരത്ത് എത്തിച്ചേർന്നത്. ഇവിടെ വന്നപ്പോൾ പരാതി ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ കിടക്കുന്നത്. പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ പാവപ്പെട്ട നിർധനരായ രോഗികളെ കിടത്തി വീടുകളിൽ പോയി പരിശോധിക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടെ OP പോലെയുള്ള സെൻ്ററുകൾ വെച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെൻ്ററാണ്. സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അതിൻ്റെ പിന്നണിയിലുണ്ട് ആ കാര്യത്തിൽ. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഒരു മാസമായിട്ട് വടക്കാഞ്ചേരിയിലെ പാലിയേറ്റീവ് കെയർ കോവിഡുമായി ബന്ധപ്പെട്ട സെൻ്ററിലേക്കാണത് മാറ്റിയിട്ടുള്ളത്. ആ മാറ്റിയതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് ഇത് മാറ്റിയവർക്ക് അറിയില്ല എന്നാണ് ഇത് കാണാൻ കഴിയുന്നത്.
കാരണം മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ OP ടിക്കറ്റ് താഴത്തെ OP സാധാരണ കൊടുക്കുന്ന OP നിന്ന് എടുത്തു വന്ന് ഈ മുകളിൽ 100-400 മീറ്ററോളം ഈ കയറ്റം കയറി പാവപ്പെട്ട രോഗികൾ നടന്നും വാഹനത്തിലുമായി എത്തിച്ചേർന്ന് ഡോക്ടറെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്നുകൾ പൂർണ്ണമായും ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ ലഭിക്കാത്ത മരുന്ന് താഴെ പോയി വാങ്ങേണ്ടി വരുന്നു. ആ വാങ്ങിയാൽ ആ ഡോക്ടർ വാങ്ങിയ മരുന്നിനെ ഒന്ന് പരിശോധിക്കണം എന്നൊരു ചില ഡോക്ടർമാർ നല്ല കാര്യമാണ്. ആ കാര്യം പറയുമ്പോൾ വീണ്ടും ആ രോഗി ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ പ്രായോഗികമായ കാര്യങ്ങളെ മനസ്സിലാക്കാതെ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഈ സംവിധാനങ്ങൾ എത്രയും വേഗത്തിൽ മാറ്റിക്കൊണ്ട് പറഞ്ഞാൽ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമാണ്. OP ഇവിടെ തന്നെ കൊടുത്തോട്ടെ. അപ്പോൾ വണ്ടിയിൽ വരുന്നവർക്ക് ഈസിയായിട്ട് പാവങ്ങളെ ദ്രോഹിക്കുന്നതിൽ കൂടുതൽ ദ്രോഹിച്ചുകൊണ്ടുള്ള ഈ സംവിധാനം എത്രയും വേഗത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടിയിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിച്ചേരുക എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.